الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها. ഇതിന് മേലെ എഴുതിപ്പെട്ടിരിക്കുന്ന വിഷയം പ്രവാചക പത്നിമാർ എന്ന വിഷയത്തെക്കുറിച്ച് കുറച്ച് സംസാരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നതിലെ ഏറ്റവും നല്ല കാര്യങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അത്യന്തം മാതൃകാപരമാണ്. അതിന് സൃഷ്ടാവിനോടായാലും സൃഷ്ടികളോടായാലും മസ്ജിദിലായാലും ഭവനത്തിലായാലും അടുത്തവരോടായാലും അകന്നവരോടായാലും പള്ളിയിലായാലും ഭവനത്തിലായാലും രാത്രിയിലായാലും പകലിലായാലും മുഴുവനും പ്രവാചകന്റെ ജീവിതത്തിലെ സുന്ദര സുമോഹന അധ്യായങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ഭാഗവും അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നതും പരിശുദ്ധമായ പ്രവാചക പത്നിമാരിലൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചക പത്നിമാർ എന്ന വിഷയം ഇവിടെ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം. പ്രവാചക പത്നിമാരിലൂടെ നാം ഒന്ന് കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദുരിതപൂർണമായ ഹിജ്റയുടെയും വളരെയേറെ ബുദ്ധിമുട്ടി അല്ലെങ്കിൽ ത്യാഗത്തോടു കൂടി ജീവിച്ച അവരുടെ ജീവിതങ്ങളുടെയും നമസ്കാരങ്ങളുടെയും നോമ്പുകളുടെയും വർദ്ധിച്ച ഇബാദത്തിന്റെയും കഥകളായിരിക്കും. ഖദീജ റളിയല്ലാഹു അൻഹ ദീനിനു വേണ്ടി സഹിച്ച ത്യാഗവും അവരുടെ സമർപ്പണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് താങ്ങായും തണലായും കൂടെ നിന്ന ചരിത്രങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മഹദി മുഖേന മഹദി പകർന്നു കൊടുത്ത ആശ്വാസവും എല്ലാമായിരിക്കും ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് നമുക്ക് മുന്നിൽ വരുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഥമ ഭാര്യയായിരുന്നു എന്നല്ല, ഇസ്ലാമിലെ തന്നെ പ്രഥമ വനിതയും കൂടിയായിരുന്നു. ഖൈറുൻ നിസാഇൽ ആലമീൻ, അക്കാലഘട്ടത്തിലെ ഏറ്റവും ഉത്തമയായ സ്ത്രീ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹയെ വിശേഷിപ്പിച്ചത്. മഹദിയുടെ മരണശേഷം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ധാരാളമായി പറഞ്ഞിരുന്നു. ഏതുവരെ എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ പോലും പറഞ്ഞുപോയി, മാ ഖുർതു അലാ അഹദി മിൻ നിസാഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഖുർതു അലാ ഖദീജ. ഖദീജ റളിയല്ലാഹു അൻഹയോടൊപ്പം തോന്നിയ അത്രയും ഈർഷ്യത എനിക്ക് മറ്റൊരു പ്രവാചക പത്നിമാരോടും തോന്നിയിട്ടില്ല എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പോലും പറയുകയുണ്ടായി. കാരണം എപ്പോഴും മഹദിയുടെ മരണശേഷം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുമായിരുന്നു. അവർക്ക് വേണ്ടി ആണ്ടി അറക്കുമായിരുന്നു, അവരുടെ കൂട്ടുകാരിലേക്ക് കൊണ്ട് എത്തിക്കുമായിരുന്നു. അത്രയേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയെ അമിതമായി സ്നേഹിച്ചിരുന്നു. അങ്ങനെ 25 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹയോടൊപ്പം ജീവിച്ചു. 65-ാം വയസ്സിൽ മഹദി ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹൗല ബിൻത് ഹക്കീം റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പുതിയൊരു വിവാഹാലോചനയുമായി എത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുതിയൊരു വിവാഹം കഴിക്കാൻ പ്രേരിപ്പിക്കുകയും അങ്ങനെ ആ സന്തോഷ വാർത്തയുമായി ഹൗല റളിയല്ലാഹു അൻഹ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ എത്തുകയും തന്റെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, ഉദ്ദേശിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു. ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് തന്നെ 1-2 ആലോചനകൾ വന്നിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് തന്നെ 1-2 പേർ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വിവാഹം ആലോചിച്ചിരുന്നു. ഇങ്ങനെ എന്നാൽ അത് പല കാരണങ്ങളുടെ പേരിൽ മാറിപ്പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹാലോചന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ എത്തുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതിനേക്കാൾ വലിയൊരു സന്തോഷമില്ലായിരുന്നു. അങ്ങനെ 6-ാം വയസ്സിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുകയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 വർഷങ്ങൾക്ക് ശേഷമാണ് അവരുമായി കുടുംബബന്ധം ചേരുന്നത്. വിവാഹം എന്നാൽ കേവലം വികാരം മാത്രമാണെന്നുള്ള മനുഷ്യ വിചാരങ്ങളെ തച്ചുടയ്ക്കുമാറായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹങ്ങൾ. വിവാഹം എന്നാൽ ജനമനങ്ങളിൽ ഉരുത്തിരിഞ്ഞു വരുന്നത് വികാരമാണെന്നുള്ള സാമൂഹ്യ വിചാരത്തെ തിരുത്തിക്കൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ വിവാഹം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹത്തിന് മറ്റു ചില മൂല്യങ്ങൾ കൂടി കൽപ്പിച്ചിരുന്നു. ഓരോ വിവാഹത്തിനും തെളിഞ്ഞു കാണപ്പെടേണ്ടതായ, നമ്മൾ ഓരോ വിവാഹം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നടത്തുമ്പോഴും തെളിഞ്ഞു കാണപ്പെടേണ്ടതായ പ്രൊട്ടക്ഷൻ, സംരക്ഷണം, പ്രിസർവേഷൻ, ഭദ്രത, കൺസർവേഷൻ
പരിപാലനം, കെയറിംഗ്, ശ്രദ്ധ, ഇവയെല്ലാമാണ് ഓരോ വിവാഹ ബന്ധത്തിൻ്റെയും ആണിക്കല്ലുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്നത്. ഈ ഒരു അടിസ്ഥാനത്തിന് മേലായിരിക്കും ഓരോ വിവാഹവും നടത്തപ്പെടുന്നത് അല്ലെങ്കിൽ നടത്തപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ ഖുർആൻ തന്നെ പറഞ്ഞത് وَمِنْ آيَاتِهِ أَنْ خَلَقَ لَكُم مِّنْ أَنفُسِكُمْ أَزْوَاجًا لِتَسْكُنُوا إِلَيْهَا. എന്തിനാണ് വിവാഹം നടത്തപ്പെടുന്നത്? നിങ്ങളിൽ നിന്നും ഇണകളെ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് പരസ്പരം ചേരുമ്പോൾ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകണം, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകണം, നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകണം. ലിതസ്കുനു ഇലൈഹ. നിങ്ങൾ ആ ഭർത്താവ് ഭാര്യയുടെ അടുക്കലെത്തുമ്പോൾ, ആ ഭാര്യ ഭർത്താവിന്റെ അടുക്കലെത്തുമ്പോൾ നിങ്ങൾ പരസ്പരം സന്തോഷവും സ്നേഹവും ഉണ്ടാകണം. ഇതിനു വേണ്ടിയാണ് ഓരോ വിവാഹവും നടത്തപ്പെടുന്നത്. അല്ലാഹു വീണ്ടും പറയുന്നു വജഅല ബൈനകും മവദ്ദത വറഹ്മ. നിങ്ങൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യത്തെയും സ്നേഹത്തെയും തന്നിരിക്കുന്നു. വിവാഹം എന്നത് വെറും ശാരീരിക ബന്ധം മാത്രമായിരുന്നുവെങ്കിൽ ആ ശാരീരിക ബന്ധത്തിനും ശരീരമുതകാത്ത ആ വാർദ്ധക്യകാലത്ത് എങ്ങനെ അവർ ജീവിക്കുമായിരുന്നു? അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മവദ്ദത്തും റഹ്മത്തും ഓരോ വിവാഹ ബന്ധത്തിലും വിട്ടുകൊടുക്കുന്നത്. ആ മവദ്ദത്തും റഹ്മത്തും, ആ കാരുണ്യവും സ്നേഹവും കിട്ടിയവർ എത്രയോ ഭാഗ്യവാന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുത്തതിന്റെ പേരിൽ മാത്രമാണ് വാർദ്ധക്യകാലത്തിൽ പോലും ആ ഭർത്താവിന് ആ ഭാര്യയോട് തോന്നുന്ന സ്നേഹവും വിശ്വാസവും, ആ ഭർത്താവിന്റെ എത്രയോ ദുഃഖവേളകളിലും പ്രയാസങ്ങളിലും വിഷമങ്ങളിലും താങ്ങായും തണലായും ആ ഭാര്യയ്ക്ക് നിൽക്കാൻ സാധിക്കുന്നില്ലേ? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുത്ത ആ വാർദ്ധക്യകാലത്ത് വിട്ടുകൊടുത്ത കാരുണ്യം. ഇവയാണ് ഓരോ ബന്ധത്തിന്റെയും ഇവയാണ് ഓരോ ബന്ധത്തിന്റെയും അടിസ്ഥാന മൂല്യങ്ങൾ. ഇവയെ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം ഓരോ വിവാഹവും നടത്തപ്പെടേണ്ടത്. ആയിഷ റളിയല്ലാഹു അൻഹ തങ്ങളുടെ ജീവിതം ഇവയെല്ലാം നമുക്ക് വരച്ചു കാട്ടി തരികയാണ്. ഏതുവരെ എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവൻ അവസാനമായി ഇവിടെ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവൻ ഇവിടെ പറയുന്നത് പോലും ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ വെച്ചാണ്. ജീവനോടുകൂടി അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്പർശിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചതും ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കാണ്. തികച്ചും ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവരോടുള്ള പൊരുത്തത്തിന്റെയും സ്നേഹത്തിന്റെയും അടയാളമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള സുഹൃത്തിന്റെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിച്ചതിൽ ഒരേ ഒരു കന്യക, അത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ മാത്രമായിരുന്നു. ബാക്കിയെല്ലാം വിധവകളായിരുന്നു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്തത് സൗദ റളിയല്ലാഹു അൻഹയായിരുന്നു. സൗദ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ചരിത്രം പറയുന്നത് അവർ വളരെയധികം ധർമ്മബോധവും കൂടിച്ചേർന്ന ഒരു മകളായിരുന്നു എന്നാണ്. അങ്ങനെ സൗദ റളിയല്ലാഹു അൻഹയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉപകാരപ്രദമാകുന്ന ധാരാളം സുഹൃത്തുക്കൾ ഹദീസുകളിലും ചരിത്രങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും. ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രായം 54 വയസ്സായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുമായി വീട് കൂടിയതിനു ശേഷം വീണ്ടും ഹഫ്സ റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹം നടക്കുകയാണ്. അതിനുശേഷം സൈനബ് ബിൻത് ഹുസൈമ റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹം നടന്നു. കേവലം 18 മാസങ്ങൾ മാത്രം നീണ്ടുനിന്ന ദാമ്പത്തിക ജീവിതത്തിന് ശേഷം അവർ മരണപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഹിജ്റ 4-ാം വർഷം സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്യുകയുണ്ടായി. അങ്ങനെ 58-ാം വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ എണ്ണം 4 ആയി. ശേഷം ഹിജ്റ 6-ാം വർഷം ജുവൈരിയ റളിയല്ലാഹു അൻഹയെയും ഹിജ്റ 7-ാം വർഷം ഉമ്മു ഹബീബ, സഫിയ, മൈമൂന റളിയല്ലാഹു അൻഹ ഇവരെയും വിവാഹം കഴിക്കുകയുണ്ടായി. ചുരുക്കത്തിൽ 54-ാം വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാര്യയോടൊപ്പം മാത്രമാണ് കഴിഞ്ഞത്. അതായത് 25 വർഷങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹയോടൊപ്പം, ചുരുങ്ങിയ വർഷങ്ങൾ സൗദ റളിയല്ലാഹു അൻഹയോടൊപ്പം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 58-ാം വയസ്സിൽ ഭാര്യമാർ 4 ആവുകയാണ്. അടുത്ത 2-3 വർഷങ്ങൾക്കിടയിൽ ബാക്കി ഭാര്യമാരും വന്നു ചേരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 10 വഫാത്താവുകയും ചെയ്തു. ഇവിടെ പ്രത്യേകം പരാമർശം അർഹിക്കുന്ന ഒരു വസ്തുത എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുമ്പോൾ കന്യകയായിരുന്ന ഒരേ ഒരു പത്നി അത് ആയിഷ റളിയല്ലാഹു അൻഹ മാത്രമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഒഴികെയുള്ള ബാക്കി എല്ലാവരും വിധവകളായി. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത സായാഹ്നത്തിൽ സഹാബികളായ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വന്തം ജീവനും ശരീരവും സമ്പത്തും അർപ്പിച്ചിരിക്കുന്ന ഈ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ, ഒന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, ഒന്ന് മൂളിയിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ ഭാര്യമാരും കന്യകളായി പോയിരുന്നു. അതുമാത്രമല്ല, ഞങ്ങൾക്ക് ഓരോ മാസം കഴിയുമ്പോൾ ഓരോ ഭാര്യമാരെ തിരഞ്ഞെടുക്കുകയും ചെയ്യാമായിരുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയിച്ച പ്രകാരം ഒരു വാക്ക് പോലും വേണ്ടിയിട്ടില്ല എന്ന ഖുർആൻ വാക്യം അനർത്ഥമാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം ഇച്ഛപ്രകാരം ഒരു വാക്ക് പോലും വേണ്ടിയിട്ടില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറയുന്നു അത് മാത്രം ഹുക്മുകളായി വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ വായിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറയുന്നു അത് മാത്രമായിരുന്നു. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ഒരു
അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ചെയ്യുന്നത്. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ടോ അതെല്ലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മാത്രമായിരുന്നു. ഈ വസ്തുത മനസ്സിലാക്കുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യ നബിയായി അംഗീകരിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും മുഴുവൻ സംശയങ്ങളും ദുരീകൃതമായി പോകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്ര വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഭാര്യമാരോട് അനുവർത്തിച്ചിരുന്ന രീതി ഇന്നുവരെ ആർക്കും പകരം കൊണ്ടുവരാനായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയധികം നീതിയോടുകൂടി ഭാര്യമാരോട് പെരുമാറിയിരുന്നു. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാകും, നീതിമാനായ ഒരു ഭർത്താവ് ഇന്നോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ നീതിമാനായ ഒരു ഭർത്താവ് ഇന്നോളം കഴിഞ്ഞു പോയിട്ടില്ല, കാലം കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഭാര്യമാർക്കും ദിവസങ്ങൾ വീതിച്ചു നൽകിയിരുന്നു. ആ ഭാര്യയുടെ അനുവാദമില്ലാതെ മറ്റു പരിപാടികൾക്ക്, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തികച്ചും വീട്ടുകാരനോട് ഒരു വീട്ടുകാരനായി പെരുമാറിയിരുന്നു. പാചകം ചെയ്യുമായിരുന്നു, സഹകരണങ്ങളെ സഹായിക്കുമായിരുന്നു, അവരോട് തമാശ പറയുമായിരുന്നു. ഏതുവരെ എന്നാൽ തന്റെ സഹധർമ്മിണികളോട് വോട്ട് മത്സരം വരെ നടത്തിയിരുന്നതായി ഹദീസുകൾ നമ്മെ പഠിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ വരുന്നുണ്ട്, ഇദാ അറാദ മുസ്ബതൻ അഖറഅ ബൈന നിസാഇ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്ര ഉദ്ദേശിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു യുദ്ധം ഉദ്ദേശിക്കുകയാണ് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഭാര്യമാർക്കിടയിൽ നറുക്കിടുമായിരുന്നു. എന്നിട്ട് ആ നറുക്ക് വീഴുന്ന പത്നിയെയും കൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രയ്ക്ക് അല്ലെങ്കിൽ ആ യുദ്ധത്തിന് വേണ്ടി പോയിരുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീതിയുടെ വിഷയത്തിൽ അത്രയേറെ ഭയപ്പെട്ടിരുന്നു. തങ്ങൾ തന്നെ പറഞ്ഞു, ഞാൻ നീതി കാണിച്ചില്ലെങ്കിൽ മറ്റാരും നീതി കാണിക്കാനാണ്. ഒരു ആറാബിയുടെ ചോദ്യത്തിന് മറുപടിയായി നിങ്ങൾ പറയുകയുണ്ടായി, ഞാൻ നീതി കാണിച്ചില്ലെങ്കിൽ വേറെ ആരാണ് നീതി കാണിക്കുവാനുള്ളത്? അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലൗ അന്ന ഫാത്തിമത സറഖത് ലഖതഅതു യദഹാ. എന്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചിരുന്നെങ്കിൽ പോലും ഞാൻ അവളുടെ കരങ്ങൾ മുറിച്ചേനെ. അത്രയേറെ നീതിയുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂക്ഷ്മത പുലർത്തിയിരുന്നു, പ്രത്യേകിച്ച് ഭാര്യമാരുടെ ഇടയിലുള്ള രീതിയിൽ. അങ്ങനെയുള്ള ആ പ്രവാചക പത്നിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് മുഴുവൻ ഉമ്മമാരാക്കി മാറ്റുകയുണ്ടായി, ഉമ്മഹാത്തുൽ മുഅ്മിനീകളാക്കി മാറ്റുകയുണ്ടായി. ഖുർആൻ പരിശോധിച്ചാൽ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വർണ്ണിച്ചു പറയുന്നത്, ധാരാളം സ്ഥലങ്ങളിൽ അവർക്കുള്ള പ്രതിഫലങ്ങളെ കുറിച്ച് പറയുന്നത്. ഫഇന്നല്ലാഹ അഅദ ലിൽ മുഹ്സനാതി മിൻകുന്ന അജ്റൻ അളീമ. നിങ്ങളുള്ള പവിത്രരായ സ്ത്രീകൾക്ക് നാം ഒരുക്കി വെച്ചിരിക്കുന്നത് വണ്ണമായ പ്രതിഫലമാണ്. വീണ്ടും അല്ലാഹു പറയുന്നു, അവരുടെ പ്രതിഫലത്തെ ഇരട്ടിപ്പിച്ചു കൊടുക്കുന്നതാണ്, അവരുടെ പ്രതിഫലത്തെ ഇരട്ടിപ്പിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, നാം അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് വളരെ മാന്യമായ വിഭവങ്ങളാണ്, വളരെ മാന്യമായ വിഭവങ്ങൾ നാം അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ ഖുർആൻ ധാരാളം വാചാലമാക്കുന്നുണ്ട് പ്രവാചക പത്നിമാരെ കുറിച്ച് പറയുവാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയേറെ പുകഴ്ത്തി പറഞ്ഞ മറ്റൊരു സ്ത്രീയെ നമുക്ക് ഖുർആൻ കാണുവാൻ സാധിക്കുന്നതല്ല. അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നു. അല്ലാഹു അഭിസംബോധന ചെയ്യുന്നു, യാ അയ്യുഹൻ നബി ഖുൽ ലി അസ്വാജിക, അല്ലയോ നബിയെ താങ്കൾ താങ്കളുടെ പത്നിമാരോട് പറയുക. നേരിട്ട് ഖിതാബ് ചെയ്യുകയാണ്. ഇതിനേക്കാളെല്ലാം ഉപരി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ലോക മുസ്ലിം ഉമ്മത്തിന്റെ ഉമ്മമാരാക്കി എന്നുള്ളതാണ്. യാ അയ്യുഹൻ നബി, യാ അന്നബി ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹും ഉമ്മഹാതുഹും. പ്രവാചകൻ നിങ്ങളുടെ ശരീരങ്ങളെക്കാൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ്, അവരുടെ തങ്ങളുടെ പത്നിമാർ നിങ്ങളുടെ ഉമ്മമാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലോകത്തിലുള്ള മുഴുവൻ മുഅ്മിനായ മുസ്ലിം പുരുഷന്മാരുടെയും സ്ത്രീകളെയും ഉമ്മമാരാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചക പത്നിമാരെ മാറ്റുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉമ്മമാരാക്കി പ്രവാചക പത്നിമാരെ മാറ്റുകയുണ്ടായി. അങ്ങനെയുള്ള ഖുർആൻ നമുക്ക് ഉമ്മമാരാക്കി പരിചയപ്പെടുത്തി തന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീനെ ആരെങ്കിലും കുറ്റം പറയുന്നതോ പരിഹസിക്കുന്നതോ തള്ളി പറയുന്നതോ കേൾക്കുവാൻ ഒരു ഉമ്മ പെറ്റ മകനും ഒരിക്കലും സാധിക്കുന്നതല്ല. അങ്ങനെ പറയുവാനും ഒരു മനുഷ്യനും സാധിക്കുന്നതല്ല. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരിൽ ഇന്നും ലോക മുസ്ലിം സ്ത്രീകൾക്ക് പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾക്കും മാതൃകയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധരായ പ്രവാചക പത്നിമാരുടെ ജീവിതം പഠിച്ച് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന അനുഷ്ഠാന കർമ്മങ്ങളെ പിൻപറ്റി അവരെ അനുധാവനം ചെയ്ത് അവരെ മനസ്സിലാക്കി അമൽ ചെയ്യുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി.